കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നന്തയുടേക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷം രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇട്ടിരുന്ന കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിനൽ വിശേഷം വന്നു കഴിയുമ്പം ഞാനത് അപ്ലോഡ് ചെയ്യാന്ന് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷത്തിൽ കാണുന്നത് അരുന്ധതി എഴുതി വെച്ച കത്ത് നന്ദ എടുത്തിട്ട് വായിക്കുകയാണ്. അത് ഗൗതമിന് വേണ്ടിയിട്ടായിരുന്നു അരുന്ധതി ആ കത്ത് എഴുതിയിരുന്നത്. ആ കത്തിനകത്ത് പറഞ്ഞിരുന്ന പ്രിയപ്പെട്ട ഗൗതം അറിയാൻ, ഈ വല്യമ്മ നിന്റെ വല്യച്ഛൻ്റെ കൈ പിടിച്ച് ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ കുടുംബത്തിന് അഭിമാനം കാത്തുരക്ഷിക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ എൻ്റെ മകളെ പോലും ഞാൻ പരിഗണിച്ചിരുന്നില്ല. ഞാൻ ചെയ്ത് തെറ്റാന്നറിയാം, പക്ഷേ പിന്നീടാണ് എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായത്. എല്ലാവരും എന്നോട് ക്ഷമിക്കുമല്ലോ. ഞാൻ എപ്പോഴും ഈ കുടുംബത്തിന് വേണ്ട നിലകൊണ്ടുള്ളൂ. ഒരിക്കൽ പോലും ഞാൻ വേറുള്ളവരെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഈ കുടുംബത്തിന് അഭിമാനമായിരുന്നു എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയമോളോട് അങ്ങനെയൊക്കെ ചെയ്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നീണ്ട കത്തെഴുതിയേക്കുക. ഇനിയിപ്പോൾ എന്നെ അന്വേഷിച്ച് ആരും വരണ്ട, ഞാൻ ഇവിടുന്ന് പോകുവാണ്. ഇനിയിപ്പോൾ അന്വേഷിച്ച് വന്നാൽ പോലും എന്നെ കണ്ടെത്തിയ പോലെ ഒരിക്കലും ഞാൻ ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു കത്തായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ശേഷം എല്ലാവരും അന്തം വിട്ട് ഒരു നിമിഷം നിൽക്കുകയാണ്. മോഹിനിയൊക്കെ പൊട്ടിക്കരിയാണ്. മഹേശ്വരന് താങ്ങാനും പറ്റിയില്ല. പിന്നീട് കാണിക്കുന്ന 3 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ലക്ഷ്മിയമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. മോഹിനിയും പവിത്ര എല്ലാവരും ഉണ്ട് അവിടെ. ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു, ഇനി അന്വേഷിക്കാൻ എവിടെയോ സ്ഥലം ബാക്കിയുള്ള ഒരിടത്തും ഒരു സ്ഥലം പോലും ബാക്കിയില്ലല്ലേ മോഹിനി. ഉടുപ്പിയിലോ എന്നും വേണ്ട, ഗൗതമും അരുണും എവിടെയൊക്കെ പോയി അന്വേഷിച്ചു. പക്ഷേ ലക്ഷ്മിയമ്മ അടുത്ത് എങ്ങോടെ പോയെന്ന് ഒരു അറിവും കിട്ടിയില്ലെന്ന് പറയണം. മോഹിനി പറഞ്ഞു, അവസാന പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിവരഞ്ജനയുടെ ആ മഠത്തിൽ കാണുമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇല്ലെന്ന് കണ്ടു. ഇനിയിപ്പം എന്ത് ചെയ്യുമെന്നറിയില്ല. ദൈവം ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. എവിടെയെങ്കിലും ഏട്ടത്തി ഉണ്ടായിരിക്കും. ഏട്ടത്തി തിരിച്ചു വരും. അങ്ങനെ തന്നെ എൻ്റെ മനസ്സ് പറയണേന്ന് പറയാം. ഈ സമയത്ത് പവിത്ര വന്ന് വെച്ചിട്ട്, അല്ല ഇനി വല്യമ്മ തിരിച്ചു വരുമോ അമ്മയെന്ന് ചോദിക്കുകയാണ്. പിന്നെ തിരിച്ചു വരാതെ വല്യമ്മ എങ്ങോട്ടാ പോകുന്നത്? വല്യമ്മേനെ കണ്ടു കിട്ടിയിട്ടുണ്ടല്ലോ, എവിടെയാണെങ്കിലും നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയാം. പിങ്കി പറഞ്ഞു, എങ്ങനെ ഇങ്ങോട്ട് വരാനായിട്ട്? എല്ലാവരും കൂടി സത്യം പറഞ്ഞ് ഓടിക്കുമല്ലേ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നത്. നന്ദയോട് പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ. പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അവൾ നല്ല കൂളായിട്ട് നടക്കുന്ന കണ്ടില്ലേന്ന് പറയണം. നന്ദ ചേച്ചി പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയതോ? ഞാൻ ചെയ്ത തെറ്റെന്താ? പ്രിയേച്ചിയും വസന്ത് സാറേയും തമ്മിൽ ഒന്നിപ്പിച്ചു, അതാണോ ചെയ്ത തെറ്റ്? അല്ലെങ്കിൽ പ്രിയേച്ചിയോട് ചെയ്ത തെറ്റിൻ്റെ 4-1 പോലും ആകുന്നില്ല. അതിനുള്ള പ്രായച്ചിത്തം പോലും ഇതാകുന്നില്ല. ദുരഭിമാനത്തിന് വേണ്ടിയിട്ടാണ് പ്രിയേച്ചിയുടെ ജീവിതം നശിപ്പിച്ചേ. അത് എത്ര കാലം കഴിഞ്ഞാലും മാഞ്ഞു പോകും. അത് ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കും. അതിനോടുള്ള വിഷമം കൊണ്ടല്ലേ അരുന്ധതി വല്യമ്മ ഈ വീട് വിട്ടു പോയത്. വല്യമ്മ ഇനിയിപ്പം പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എവിടെയെങ്കിലും പോയി മനസ്താപത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോയി നിൽക്കുന്നെങ്കിൽ ഇതൊക്കെ മനസ്താപിക്കുകയാണ് നല്ലത്. അല്ലാതെ ഇപ്പോഴത്തെ ഉള്ള വെറുപ്പും വിദ്വേഷം വെച്ച് എവിടെ പോയാലും വല്യമ്മ അതും കൊണ്ട് പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല. പ്രായച്ചിത്തം ചെയ്യാനായിട്ടാണ് പോയെങ്കിൽ അതിനനുസരിച്ച് രീതിയിൽ നിന്നിട്ട് കാര്യമുള്ളെന്നൊക്കെ നന്ദയും പറയുവാണ്. പക്ഷെ പിങ്കിക്ക് അതും കൂടെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിങ്കി അവിടെ കിടന്ന് പറയുവാണ്. ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു, നിർത്താവോ? എന്താ അത്? 3 മാസം കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇതിൻ്റെ പേര് ഇനിയും കിടന്ന് അടി ഉണ്ടാക്കണോ? ഇവിടെയാണെങ്കിൽ ഓരോ ദിവസം നീറേ കഴിയുന്നു. ഒരു വശത്ത് അർജുനെക്കുറിച്ചുള്ള ചിന്തകൾ, ഒരു വശത്ത് ഏട്ടത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ. ഏട്ടത്തി ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഒരു കുടുംബത്തിന് നാഥയായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ട വില അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടത്തി തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏട്ടത്തി പോയതോടുകൂടി ഈ കുടുംബം അനാഥമായി പോയതല്ലോ തോന്നി. മോഹിനിയും പറഞ്ഞു, ശരിയാണ്, ഏട്ടത്തി എവിടെയായാലും തിരിച്ചു വന്നേ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് ഏട്ടത്തി അറിയുന്നില്ലേ, എത്ര പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും ഏട്ടത്തിക്കും ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നിയില്ലെന്ന് പറയാം. പിങ്കി പറഞ്ഞു, എങ്ങനെ വരാ? ഈ കുടുംബത്തിലേക്കല്ലേ തിരിച്ചു വരണ്ടേ? വല്യമ്മ ഓർത്ത് കാണും ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി വല്യമ്മേനെ കുത്തിപ്പറിക്കുമെന്ന്. നന്ദ പറഞ്ഞു, അങ്ങനെ പറയരുത് പിങ്കി. നിനക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പ്രിയേച്ചിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താന്ന്. പിങ്കി പറഞ്ഞു, പ്രിയേച്ചിയുടെ കാര്യത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയേച്ചി ആ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് 3 മാസമായി. ഡോക്ടറുടെ കൂടെ പൂനെക്ക് പോയതാ. പക്ഷെ ഇന്ന് വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒന്ന് ഫോൺ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് ലക്ഷ്മിയും പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. പ്രിയ അവളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുമല്ലേ. ഇനിയിപ്പോൾ അവളെ എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പിങ്കിയോടും പറയണം. അങ്ങനെ അവരെല്ലാവരും കൂടെ കയറിപ്പോവാണ്. പിന്നീട് കാണിക്കുന്ന പിങ്കിയുടെ അടുത്തേക്ക്, പിങ്കി മഹേശൻ്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞേ, ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് തോന്നുന്നത്, ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറയാണ്. മഹേശൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ 2 ഓഫീസർമാരാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇരിക്കാൻ പറയണം. അവർ കയറിയിരുന്നു. ഒന്നും പറയാം, അത് ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നതെന്ന് പറയാണ്. അല്ല പറഞ്ഞു, അല്ല അർജുൻ്റെ വൈഫ് ഇതാണെന്ന് പറഞ്ഞ് പിങ്കിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ അർജുനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വന്നതെന്ന് പറയും.
എന്താ സാറേ, അർജുനെക്കുറിച്ചുള്ള വിവരങ്ങളും കിട്ടിയോന്ന് ചോദിക്കണം. ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ കുറച്ച് നാൾ മുമ്പായിരുന്നു. അർജുനെ ഹരിതാറി വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ഹരിസാറ് പോയപ്പോൾ ഹരിതാറ് വെച്ച് കണ്ടെന്ന് പറഞ്ഞാൽ ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ. പിന്നീട് പുറകെ അന്വേഷിച്ച് എന്നെങ്കിലും അർജുനെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഹരിസാറ് വന്നിട്ട് പറയുന്നത് അത് അർജുൻ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് ഒരു അന്വേഷണം അവിടെ നടത്തി നോക്കി. പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അർജുൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു ഇതെങ്കിലും കിട്ടിയല്ലോ, അത്രയെങ്കിലും മതി. മഹേശ്വരൻ പറഞ്ഞു അന്നാത് അർജുൻ തന്നെ ആയിരിക്കും എന്ന് പറയാം. ഉറപ്പിക്കാൻ വരട്ടെ. പക്ഷേ ഞങ്ങൾ കുറേ ഒരു 1-2 മാസം അന്വേഷിച്ചിട്ട് പിന്നെ അന്വേഷണം അങ്ങ് നിർത്തിവെച്ചു. ഒരു വിവരവും കിട്ടിയില്ല. അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ ആ അന്വേഷണം, പക്ഷേ ഇപ്പോഴും ഹരിസാറ് പറയുന്ന അത് അർജുൻ തന്നെയാണെന്നാണ് പറയണേ. ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്നൊരു ആപ്ലിക്കേഷൻ തരണം. ആ അർജുന് തിരോധാനത്തെപ്പറ്റി വീണ്ടും പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കൊണ്ട് വീണ്ടും അന്വേഷിക്കാൻ പറ്റും. അതിപ്പോൾ ഡൽഹി വന്ന് അല്ലെ നിങ്ങളുടെ മിലിറ്ററി ക്യാമ്പിൽ വന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നാൽ മതി. അത് വേണ്ടപ്പെട്ടവർ തന്നെ വന്ന് തരണമെന്ന് പറയണം. മഹേശ്വരൻ പറഞ്ഞു അതിനെന്താ സാറേ, ഞങ്ങൾ വന്ന് തന്നോളാമെന്ന് പറയാണ്. പിന്നീട് അവർ പോകാൻ എഴുന്നേറ്റുമ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പറഞ്ഞു വേണ്ട, ചായയൊക്കെ ഇനിയിപ്പോൾ അർജുൻ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. അവരങ്ങനെ പോയതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുവാണ്. ഈ സമയത്ത് മോഹിനി പറഞ്ഞു അല്ല അർജുൻ മോനെ കണ്ടേന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അർജുൻ മോനെ കണ്ടെങ്കിൽ എന്തുകൊണ്ടാ അവന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഓഫീസിൽ പോയാൽ റിപ്പോർട്ട് ചെയ്യാത്തത്? അതിന് പിന്നെ എന്തെങ്കിലും കാരണം കാണില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന്. മഹേശ്വരൻ പറഞ്ഞു ശരിയാണ്, അവൻ ആരെന്തെങ്കിലും അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന് പോകേണ്ടതായിരുന്നല്ലോ, ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടല്ലേ, അവൻ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാതെ? പിങ്കി മോളെ നിനക്കറിയാവോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്? അർജുൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു ചോദിക്കുക. ഈ സമയത്ത് പിങ്കി ഒന്നും പറഞ്ഞില്ല. പിങ്കി എന്ത് പറയാന്? ലക്ഷ്മിയും പറഞ്ഞു എവിടെയാണെങ്കിലും ജീവിച്ചിരിപ്പണ്ടേ മതിയായിരുന്നു, എത്രയാന്ന് പറഞ്ഞാലും കണ്ടെത്താനായിട്ട് പറ്റും, ആ ഒരു പ്രതീക്ഷയുണ്ട്. ഇനി എത്ര കാലം നമ്മളിങ്ങനെ തീ തിന്നിരിക്കുന്നത്? ഒരിടത്ത് ഏട്ടത്തി, ഒരിടത്ത് അർജുന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ്റെ ഭഗവാനെ, എവിടെയാണല്ലോ രണ്ടുപേരും ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയെന്ന് പറയാം. ഈ സമയത്താണ് അങ്ങോട്ട് ഗൗതം കടന്നു വരുന്നത്. അപ്പോൾ ഗൗതം വന്ന ഉടനെ ഗൗതമത്തിനോട് ചോദിച്ചു, ഗൗതമേ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറയാം. അവരെൻ്റെ അടുത്ത് വന്നിട്ടാ പോയെന്ന് പറയാണ്. അല്ല അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കേട്ടില്ലേ, കൊണ്ട് പരാതി കൊടുക്കണ്ടേന്ന് ചോദിക്കണം. അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട, നാളെ തന്നെ ഞാൻ കൊണ്ടൊരു പരാതി കൊടുത്തോളാന്ന് പറയാം. അല്ല നീ പരാതി കൊടുക്കാൻ പോയി കഴിയുമ്പോൾ ഇനിയിപ്പം അർജുനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് ആ നോർത്തിൽ അവിടെ എവിടെയെങ്കിലും ഏട്ടത്തെയും കൂടി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. എത്രയാന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ വിളക്കല്ലേ മോനെ, തെറ്റ് ചെയ്താൽ ആരുണ്ട്? ആ തെറ്റിൻ്റെ പേരിൽ ഏട്ടത്തി 3 മാസമായില്ലേ ഇങ്ങനെ എവിടെയോ ആർക്കോ കാണാതെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്നേ, നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് ചോദിക്കുക. ഗൗതം പറഞ്ഞ് കണ്ടെത്തണം, കണ്ടെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം, അച്ഛൻ അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടോട്ട് പിങ്കി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിങ്കിയുടെ മുഖഭാവം അങ്ങോട്ട് മാറി. അർജുനെങ്ങാനും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തയായിരുന്നു പിങ്കിയുടെ ഉള്ളിലുണ്ടാകുന്നത്. നന്ദയ്ക്കും ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, അർജുൻ തിരിച്ചു വരും. കാരണം സുമംഗലാമ്മ ഇച്ചിരി നേർച്ചകളും പ്രാർത്ഥനകളും എന്നല്ല കഴിച്ചേക്കുന്നേ. എല്ലാ അമ്പലങ്ങളും കൂടെ പള്ളികളും എവിടെയൊക്കെ പോകാം അവിടെ എല്ലാം പോയി അർജുന് തിരിച്ചു വരവിന് വേണ്ടി അത്രമാത്രം നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിയാണ് സുമംഗലാമ്മ കാത്തിരിക്കുന്നത്. ആ അമ്മയുടെ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് ദൈവങ്ങൾക്ക് പോലും കഴിയില്ലെന്നാണ് നന്ദ പറയുന്നത്. പിന്നീട് കാണിക്കുന്ന പിങ്കിയുടെ അടുത്തേക്ക് ഗൗതം വരുവാണ്. ഗൗതം വന്നിട്ട് പറഞ്ഞു മുമ്പാണെങ്കിൽ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അർജുനെക്കുറിച്ച് തിരക്കണ്ട, അർജുൻ ഇനിയിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലെന്ന്. പക്ഷെ അത് ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല, കാരണം എനിക്കറിയായിരുന്നു അർജുൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന്. അപ്പോൾ അതിനൊരു ഗ്രീൻ സിഗ്നൽ എപ്പോഴും കിട്ടിയിരിക്കുന്നത്, അർജുൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വാർത്ത. എവിടെയാണെങ്കിലും അർജുൻ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാണ്. അല്ല പിങ്കി എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ്. പിങ്കി പറഞ്ഞു അല്ല പരാതി കൊടുക്കാൻ പോലെ കൊണ്ട് പരാതി കൊടുത്തിട്ട് വാ, അർജുൻ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതേ കുടുംബത്തിന് സന്തോഷമാണ്, എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ അർജുൻ്റെ തിരിച്ചുവരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലേക്കായിരിക്കും, അല്ലാതെ എൻ്റെ മനസ്സിലേക്കല്ലെന്ന് പറയണം. ഗൗതം പറഞ്ഞു എന്താ പിങ്കി നീ പറയണേ, നീ എന്താ പറയുന്നത്, നല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കണം. ശരി അർജുൻ, ശരിയാ ഗൗതം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എൻ്റെ മനസ്സിൽ അർജുനൊരു ഭർത്താവെന്നൊരു സ്ഥാനമില്ല. അറിയാലോ, ഒരു പെണ്ണിന് കഴിഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. അവളുടെ മനസ്സിലേക്ക് ആരാണ് ആദ്യം കടന്നു വന്നേ, അവൾ ഭർത്താവായിട്ട് ആരെയാണ് സ്വീകരിച്ചത്, അവരായിരിക്കും അവളുടെ മനസ്സിൽ ഭർത്താവിൻ്റെ സ്ഥാനത്തേക്കുന്നത്, അല്ലാതെ മറ്റാരുമില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് അർജുൻ്റെ കാര്യത്തിലും. ഇനിയിപ്പോൾ അർജുൻ മടങ്ങി വന്നാലും എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും അർജുൻ വരത്തില്ല എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് എന്തും മറുപടി പറയാനും നിർത്തില്ല. ഗൗതം നിൽക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമല്ലോ.